ഇന്ന് ഒക്ടോബർ 2 പോർബന്തറിൽ ഇന്ത്യയുടെ എക്കാലത്തെയും പ്രിയങ്കരനായ പുത്രൻ നമ്മുടെയൊക്കെ ബാപ്പുജി ഭൂജാതനാകുന്നത്. നീണ്ട വർഷങ്ങളുടെ പ്രവാസത്തിന് ശേഷം ഇന്ത്യയിലേക്ക് തിരിച്ചെത്തുകയും സൂര്യനില്ലാത്ത സാമ്രാജ്യത്തോട് തന്റെ സ്വതസിദ്ധമായ അഹിംസാവാദത്തിലൂടെയും നിസ്സഹകരണ പ്രസ്ഥാനത്തിലൂടെയും ഇന്ത്യയിലെ മനുഷ്യരെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് വലിയ ഒരു പോരാട്ടത്തിന് ഇന്ത്യക്കാർക്ക് നേതൃത്വം നൽകിയ മഹാത്മാവാണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. തികച്ചും യാദൃച്ഛികമായല്ല 100 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭീകര സംഘടനയായ രാഷ്ട്രീയ സ്വയംസേവക സംഘ് അതിന്റെ 100ാം വാർഷികം അതിന്റെ ആസ്ഥാനമായ നാഗ്പൂരിൽ ആഘോഷിക്കുന്നത്. 1948 ജനുവരി 30 നമ്മുടെയൊക്കെ രാഷ്ട്രപിതാവിനെ ഹിന്ദു മഹാസഭക്കാരനായ നാഥുറാം ഗോഡ്സെ വെടിവെച്ചു കൊല്ലുന്നത്. നേരത്തെ RSS പ്രവർത്തകനായിരുന്ന നാഥുറാം വിനായക് ഗോഡ്സെയുടെ RSS ബന്ധം കോടതികളിലൊക്കെ RSS നിഷേധിക്കുന്നുണ്ടെങ്കിലും പക്ഷെ അത് വളരെ പച്ചയായ യാഥാർത്ഥ്യമാണ്. നാഥുറാം വിനായക് ഗോഡ്സെയോടൊപ്പം സവർക്കർ അടക്കമുള്ള പ്രതികൾ RSSുമായി അഭേദ്യമായ ബന്ധമുള്ളവരായിരുന്നു.